നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ പുതിയ റെസിപ്പി എന്ന് പറയുന്നത് ഞണ്ടുകറിയാണ്. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ക്ലീൻ ചെയ്ത ഞണ്ടിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ് ഇട്ട് കൊടുക്കാം. കരിയാപ്പില, വെള്ളം കൂടെ ഒഴിച്ച് പറ്റിച്ചെടുക്കാം. ഞണ്ടുകറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. 2 തക്കാളി, 2 സവാള, ഇഞ്ചി, വെളുത്തുള്ളി, വെളുത്തുള്ളി. അപ്പൊ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കറി ഇട്ട് കൊടുക്കാം. ഇനി അത് കറി പൊട്ടി വരുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. കരിയാപ്പില ഇട്ട് കൊടുക്കാം. 2 കരിയാപ്പിലയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുക്കാം. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് സബോളയ്ക്ക് വേണ്ടി ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വാഴുന്നേക്കാളും മുന്നേ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. രണ്ട് തക്കാളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇളക്കി കൊടുക്കാം. നമ്മുടെ തക്കാളി സവോള ഇപ്പൊ നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്ക് മുളക് പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ടേസ്റ്റിന് വേണ്ടി നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. പൊടിയുടെ പച്ചമുളകൊക്കെ മാറി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നേരത്തെ പറ്റിച്ച് വെച്ച ഞണ്ട് നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോ പീസാക്കി ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ ഞണ്ടുകറി ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഉപ്പ് നോക്കാം. കറക്റ്റ് ആയിട്ടുണ്ട്. ഞണ്ടുകറി നല്ല സെറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് കപ്പയും കൂട്ടി കഴിച്ചു നോക്കാം. സൂപ്പർ ആയിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.